തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. കേരളത്തിലേതുപോലെ കൊട്ടിക്കലാശവും ആഘോഷ പരിപാടികളും തമിഴ്നാട്ടിലില്ല. മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ ഇന്ന് വൈകിട്ട് 3 മണി മുതൽ ചെന്നൈയിൽ പ്രചാരണം നടത്തും. സോളങ്കനെല്ലൂരിലും സൈതാപ്പേട്ടിലുമാണ് ടി.വി.കെ. അധ്യക്ഷൻ വിജയുടെ റോഡ് ഷോ. പശ്ചിമ ബംഗാളിൽ ആദ്യഘട്ടത്തിൽ 152 മണ്ഡലങ്ങളാണ് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. ദേശീയ നേതാക്കളെ അടക്കം അണിനിരത്തിക്കൊണ്ടുള്ള പ്രചാരണമാണ് മുന്നണികൾ നടത്തുന്നത്. ആദിൽ പാലോടും നോബിൾ മാരിക്കാരനും വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ആദ്യം ആദിലിലേക്ക് പോകാം. അതിൽ ഇന്നിപ്പോ പ്രധാനപ്പെട്ട നേതാക്കളുടെ എല്ലാവരുടെയും റോഡ് ഷോയൊക്കെ ഉണ്ട്. നേരത്തെ അതിൽ എം.കെ. സ്റ്റാലിൻ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പ്രചാരണ പരിപാടിക്കിടയിൽ എത്രത്തോളം വലിയ പങ്കാളിത്തമാണ് ഉണ്ടാകുന്നത് എന്നത് വിജയുടെ ഒരു എക്സ് ഫാക്ടറാണ്. എന്താണ് വിജയും വിജയുടെ പാർട്ടിയും ഇത്തവണ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ചെയ്യാൻ പോകുന്നത് എന്നതാണ് രാജ്യമാകമാനം ഉറ്റുനോക്കുന്നത്. എങ്ങനെയാണ് ഈ അവസാന ദിവസം തമിഴ്നാട്ടിൽ ഇലക്ഷൻ ആവേശം? മാധു, വിജയെ സംബന്ധിച്ചിടത്തോളം ടി.വി.കെയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി പദത്തിൽ കുറഞ്ഞതൊന്നും അവർ സ്വപ്നം കാണുന്നില്ല എന്നുള്ളതാണ്. ടി.വി.കെ ഉറപ്പായും 100-ലധികം മണ്ഡലങ്ങളിൽ വിജയിച്ചു കയറുമെന്ന പ്രതീക്ഷ. 240 മണ്ഡലങ്ങളാണുള്ളത്. 122 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് ടി.വി.കെ എത്തുമോ എന്നുള്ളതാണ് ടി.വി.കെ പ്രവർത്തകർ തന്നെ വലിയ പ്രതീക്ഷയോടെ കാണുന്നത്. പക്ഷേ അങ്ങനെയൊന്നും സംഭവിക്കാനിടയില്ല എന്ന് ഡി.എം.കെ കരുതുന്നു. പക്ഷേ സാധാരണഗതിയിലുള്ള പുതിയ തലമുറയിലെ പുതിയ യുവ വോട്ടർമാരെ സ്വാധീനിക്കാൻ വിജയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ കരുതേണ്ടി വരും. ഈ പറഞ്ഞതുപോലെ രാവിലെ വലിയ തോതിൽ ഒരു കാൽനട പ്രചരണമായിരുന്നു സ്റ്റാലിന്റെ ഡി.എം.കെയുടെ ഒരു പ്രചരണം ചെന്നൈ നഗരത്തിലുണ്ടായിരുന്നു. നഗരത്തെ ഇളക്കി മറിച്ചുകൊണ്ടുള്ള പ്രചരണമാണ് സ്റ്റാലിൻ നടത്തിയത്. അതിനിടെ ചില വോട്ടിന് പണം നൽകി എന്ന രൂപത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. 3 സ്ഥലങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. വോട്ടിന് പണം നൽകാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയ എ.ഡി.എം.കെ സ്ഥാനാർത്ഥി തെങ്കാശി ആലങ്കുളം സ്ഥാനാർത്ഥി KRP പ്രഭാകരനെതിരെ കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് പോലീസ്. ഇതിനൊപ്പം തന്നെ രാമനാഥപുരത്ത് 3 എ.ഡി.എം.കെ പ്രവർത്തകർ പണം കൊടുക്കുന്നതിനിടെ ഫ്ലൈയിങ് സ്ക്വാഡിന്റെ അറസ്റ്റിലായിട്ടുണ്ട്. കോയമ്പത്തൂർ സൌത്തിൽ മത്സരിക്കുന്നത് പ്രധാനപ്പെട്ട ഡി.എം.കെ നേതാവ് സെന്തിൽ ബാലാജിയാണ്. അവിടെ 5000 രൂപയാണ് ഒരു വോട്ടിന് നൽകിയത് എന്ന ആരോപണം എതിർ സ്ഥാനാർത്ഥികൾ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും അങ്ങനെയുള്ള വിവാദങ്ങൾ തുടരുന്നുണ്ട്. അതിനിടെയാണ് ടി.വി.കെയുടെയും ഡി.എം.കെയുടെയും നാടിനെ ഇളക്കി മറിച്ചുകൊണ്ടുള്ള പ്രചരണങ്ങൾ പോകുന്നത്. നാട്ടിലെ പോലെ വൈകുന്നേരം 6 മണിക്ക് 5 മണിക്കൊന്നും വലിയ ഘോഷയാത്രകളും സമാനമായ ആഘോഷ പരിപാടികളൊന്നുമില്ല. പകരം ഇതുപോലുള്ള കാൽനട പ്രചരണ യോഗങ്ങൾ, യാത്രകൾ, വാഹന പ്രചരണ യാത്രകൾ, അങ്ങനെ പരിപാടികൾ കൊണ്ട് ഇന്ന് 6 മണിയോടുകൂടി പരസ്യ പ്രചരണം അവസാനിക്കുകയാണ്. മറ്റന്നാളാണ് തമിഴ്നാട്ടിലെ വിവരങ്ങൾ നൽകുന്നത്.